നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവോടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു മനസ്സിലൊരു ചിന്ത കാണുമായിരിക്കും, ഇവിടെ എന്തിനാ ഇങ്ങനെ വന്ന് പറയണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയണേ. അത് ചിലപ്പോൾ ആദ്യമായിട്ട് കയറി കാണുന്നവർ കാണും, അവരോടായിട്ട് പറയണം കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നാളെ. ഒടുവില് അലീനയെ വൈജയന്തി തിരിച്ചറിയുവാണ്. അലീനയുടെ മനസ്സിന്റെ നന്മ എന്താന്ന് വൈജയന്തി അറിയുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ കണ്ടു, ശിവശങ്കരനാണെങ്കിലും ഈ പറയുന്ന രാജീവനാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വന്നാലും അവര് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അകന്ന് മാറി നിൽക്കും. മാറി നിന്നിട്ട് ഒരു ഇത്തിരി സമയമൊക്കെ നിന്നിട്ട് അവര് റൂമിലേക്ക് അങ്ങോട്ട് പോകും. അവിടെ പോയി ഉറങ്ങുവോ ഫോണിൽ കളിക്കുകയോ ഒക്കെ ചെയ്യുകയോ ചെയ്യുന്നേ. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഗോവർദ്ധനം വേണം. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ നിൽക്കുന്ന മനു സുനന്ദയ്ക്കായിരുന്നു. അതുപോലെ പതിവ് പോലെ വൈകുന്നേരം മനു സുനന്ദയും കൂടെയാണ് രാത്രി അവിടെ നിൽക്കാനായിട്ട് വരുന്നത്. ബാലേന്ദ്രന് വന്ന് നിൽക്കാൻ പറ്റില്ല, അലീനയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ വീട്ടില്. അതുകൊണ്ട് മനു സുനന്ദ രാത്രി നിൽക്കുന്നത്. ഗോവർദ്ധനും വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ രാത്രി ബൈസ്റ്റാൻഡർ ആരെങ്കിലും ചിലപ്പോൾ ആവശ്യമായിട്ട് വേണം, സ്ത്രീകളാരെങ്കിലും. അതുകൊണ്ടാണ് സുനന്ദ വരുന്നത്. ബാലേന്ദ്രന്റെ പെങ്ങള്. അങ്ങനെ അവര് സംസാരിക്കുമായിരുന്നു. വൈജയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുനന്ദ പറഞ്ഞു, എന്നാലും ബാലേട്ടൻ ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകത്തെ. ബാലേട്ടന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എത്ര പെട്ടെന്നാ മാറ്റം ഉണ്ടായത്. ബാലേട്ടന് വൈജേച്ചി എന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു. കുഞ്ഞുനാളിൽ മുതലുള്ള പ്രണയമല്ലായിരുന്നു. ഒടുവിൽ എല്ലാവരുടെ എതിർപ്പിനെ എല്ലാവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെയല്ലേ സ്നേഹിച്ച് പിന്നാലെ നടന്നത്. പക്ഷെ ഒടുവില് വൈജേച്ചിനെ തന്നെ വിവാഹം കഴിച്ചു. അന്നു മുതൽ ബാലേട്ടന് ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല മനു. ഒരുപക്ഷെ ബാലേട്ടന്റെ കയ്യിലിപ്പോണ്ടാന്നാ തോന്നേ. പക്ഷെ ബാലേട്ടൻ പറഞ്ഞ കഥകളൊന്നും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്ന് പറയാം. അത് കേട്ടതും മനു പറഞ്ഞു, അല്ല ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറയണ. സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലെന്നോ? അതെ അതെ, അങ്കിൾ ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. അങ്കിൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സുന്ദേശിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്കിൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല. നമ്മളീ കേൾക്കുന്നൊന്നും ആയിരിക്കില്ല സത്യം. സത്യങ്ങൾ വേറെ ആയിരിക്കും. ഇതിന് പിന്നിൽ അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ പുറമേ കാണുന്നത് മാത്രമേ ഉള്ളൂ. കാരണം മനുവിനറിയാം സത്യങ്ങൾ എന്താ ഏതാന്നൊക്കെ. അലീനയെ കുറിച്ച് അങ്കിള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് സുനന്ദേച്ചിക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ബാലേട്ടൻ തന്നെയല്ലേ അങ്ങനെ ഒരു കഥ പറഞ്ഞേ. അത് ശരിയാ, പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ എങ്കിൽ ഇനിയിപ്പോ വേറെന്തെങ്കിലും മറച്ചു വെക്കാനാണോ അങ്കിൾ അങ്ങനെ ഒരു കഥ പറഞ്ഞതെന്ന് സുനന്ദേച്ചിക്ക് അങ്ങനെ തോന്നില്ലേ? ചിലപ്പോ ചിന്തിക്കുമ്പോ അങ്ങനെയും തോന്നുന്നുണ്ട്. ഇടക്കാലം കൊണ്ട് ബാലേട്ടനെ കടയിലെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ലെന്നാ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞേ. പക്ഷെ എന്താ കാര്യം എന്താന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് അറ്റാക്കായി അങ്ങനെ ഓരോരോ കാര്യങ്ങളായി. ഏതാന്ന് ആര് കണ്ടു? കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നേ. അലീന വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് കേട്ടപ്പം മനു പറഞ്ഞു, അവളൊരു പാവം പെങ്കൊച്ച. അവളെക്കുറിച്ച് സുനന്ദേച്ചിക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണ. അവളെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൾ എത്ര പാവമാണെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു, എത്രയാണെങ്കിലും എനിക്കെന്തോ അവളെ എത്ര ഇങ്ങോട്ട് പിടുത്തം വന്നിട്ടില്ല എന്ന് പറയണം. കാരണം സുനന്ദയ്ക്ക് കഥകളൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ വൈജയ്ക്ക് ഈ ആപത്തുണ്ടാകാൻ കാരണം അലീനയാന്ന് എല്ലാവരും പറഞ്ഞു കിടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സുനന്ദയ്ക്കും അറിയത്തുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ല. ആ സമയത്ത് മനുശങ്കർ പറഞ്ഞു, അല്ല ഇനിയിപ്പം എത്ര ദിവസം ഇവിടെ കിടക്കേണ്ട വരുമെന്നും അറിയത്തില്ല. ICU നിറയ്ക്കാലും വാർഡിലേക്കും ഒക്കെ മാറ്റിയാൽ തന്നെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ വേണം. രാവും പകലും എന്നോണം സ്ത്രീകൾ ആരെങ്കിലും വേണം. ഈ പറഞ്ഞ സുനന്ദയ്ക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. കമലയൊക്കെ വലിയ വർത്താനം പറയുമെങ്കിലും കമലയൊന്നും വന്ന് നിൽക്കാനും പോകുന്നില്ല. സുനന്ദ പറഞ്ഞ് അതോർത്തിട്ടാ ചിലപ്പോൾ വല്ല ഹോം നേഴ്സിനെ നിർത്തേണ്ടതായിട്ട് വരുമായിരിക്കും നോക്കാനായിട്ട്. അല്ലെ പിന്നെ എനിക്കാണെങ്കിലും മക്കളെ ഇട്ടിട്ട് രാവും പാലും വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ മനു. മനുശങ്കറോട് നോക്കാം, അങ്കിളിനോട് പറഞ്ഞു നോക്കാം. എന്താ ഏതാന്ന് വെച്ചാൽ അങ്കിള് തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ അവര് പറയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ബാലേന്ദ്രന് ആഹാരം കൊടുക്കുകയാണ് അലീന. ആ സമയത്ത് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അതച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? അല്ല അമ്മയുടെ കാര്യത്തെക്കുറിച്ചാ. അല്ല എന്താ പറയാനുള്ളതെന്ന് പറ. അത് അമ്മയെ നോക്കാനായിട്ട് ഇപ്പം അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം മനുവേട്ടനാണെങ്കിലും സുനന്ദേച്ചി ആണെങ്കിലും വന്നിട്ട് പോവല്ലേ ചെയ്യുന്ന രാത്രിയിൽ. സ്ത്രീകൾ ആരെങ്കിലും വേണ്ടേ? സുനന്ദേച്ചിക്കാണെങ്കിൽ എപ്പോഴും വന്ന് നിൽക്കാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അവളുണ്ടല്ലോ, സുനന്ദ ഉണ്ടല്ലോ, അവൾ വന്ന് നിൽക്കട്ടെ എന്ന് പറയണം. അല്ലെ പിന്നെ വേറെ ആരെങ്കിലും നോക്കണം. വേറെ സ്ത്രീകൾ ആരെങ്കിലും വേണമല്ലോ.
ഇപ്പൊ ബബിത വന്ന് നിൽക്കും തോന്നില്ല. പിന്നെ കൃഷ്ണമോൾക്ക് സ്കൂളിലും പോണം. പിന്നെ അത് മാത്രമല്ല, നോക്കാൻ പരിചയമുള്ള ആരെങ്കിലും വേണം താനും. ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ആരെങ്കിലും കൂടെ വേണം താനും. സ്ത്രീകൾ തന്നെ എല്ലാ കാര്യത്തിനും വേണം. ഇത് കേട്ടിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ വരട്ടെ എന്ന് ചോദിക്കണം. നീയോ? അതെ, ഞാൻ വരാം. ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അവിടെ ഓർഫനേജിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, വയ്യാതെ കിടക്കുന്നവര്, മുറിവ് പറ്റിയവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ കോഴ്സ് പാസ്സായിട്ടുണ്ട്. എനിക്കറിയാം ഇങ്ങനെയുള്ളവരൊക്കെ ശുശ്രൂഷിക്കേണ്ട എങ്ങനെയാന്ന്. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ അവള് നിന്നെ അടുപ്പിക്കൂന്ന്? അവൾക്ക് ഒരിക്കലും ഇഷ്ടമാവില്ല നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല ഇപ്പൊ അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, അമ്മയ്ക്ക് കൈയും കാലും ഒന്നും അനക്കാനും പറ്റില്ലല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മ എന്താണെങ്കിലും എന്നെ അടിച്ചോടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ധൈര്യം എനിക്കുണ്ടച്ചാ. ഞാൻ നോക്കിയോളാം എൻ്റെ അമ്മയെ. ഞാൻ നോക്കുന്ന പോലെ വേറെ ആരും നോക്കിയാൽ ആകത്തില്ലോ എന്ന് പറയണ. അതിനകത്തെ അർത്ഥം ബാലേന്ദ്രന് മനസ്സിലായി. ബാലേന്ദ്രൻ അറിയാം അലീനെ നോക്കിയിട്ടുണ്ടോ നല്ല പൊന്നുപോലെ നോക്കും. കാരണം സൗദാമിനി മുത്തശ്ശി എങ്ങനെയാ വീട്ടിലേക്ക് വന്നത്? കിടന്ന കിടപ്പ് തന്നെയായിരുന്നു. അവിടുന്ന് സൗദാമിനി മുത്തശ്ശിയെ നല്ല പയറുമണി പോലെ ഓടിച്ചാടി നടക്കാറാക്കിയതാരാ? അലീനയാണ്. അലീനയുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രം കിടന്ന കിടപ്പ് മരിക്കൂ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയാണ് ഒടുവില് എഴുന്നേറ്റ് നടന്ന്. അപ്പം ബാലേന്ദ്രൻ ആ കാര്യത്തിൽ ഉറപ്പുണ്ട് അലീന നന്നായിട്ട് നോക്കൂന്ന്. പക്ഷെ വൈജയുടെ കാര്യത്തില. അത് മാത്രമല്ല, ഈ പറയുന്ന 2 ആംഗ്ലമാര് അവിടെ ഉണ്ടല്ലോ, അവന്മാരെന്താണെങ്കിലും കൊമ്പ് ഓർത്തോണ്ട് വരുമെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അവന്മാരെ ഒതുക്കി നിർത്താനൊക്കെ ബാലേന്ദ്രൻ അറിയാം. അലീന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. നീ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതൊന്നും സാരമില്ല അച്ഛാ. വേറെ ആരുടെ ഇഷ്ടക്കേടും നോക്കണ്ട. അച്ഛന് സമ്മതമാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് വേറെ ആരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് അമ്മയ്ക്ക് ഭേദമായി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാവുന്ന സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ അമ്മ ആരെ വേണം നിർത്തിക്കോട്ടെ, എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനമായി. പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുവാണ്. കൃഷ്ണമോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഈ കാര്യം പറയണം. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അല്ലേ ചേച്ചി എന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുക, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിക്കണം. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അപ്പൊ നിന്റെ പഠിപ്പോ? എത്ര ദിവസത്തെ പഠിപ്പ് പോകും കൃഷ്ണൻ? അത് മാത്രമല്ല, അമ്മയുടെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. രോഗികളെ നന്നായിട്ട് പരിചരിക്കാൻ അറിയണം. വെറുതെ പോയി നോക്കി എന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പം കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ അലീന പറഞ്ഞു, മോള് സ്കൂളിൽ പോയിക്കോ, ഞാൻ പോയിക്കോളാം. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കിക്കോളാം. ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം. അങ്ങനെ കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അലീനയും ബാലേന്ദ്രനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോരുന്നത്. അപ്പൊ പോരുന്നതിന് മുമ്പ് അലീന രേവതിക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടിയെ വിളിച്ച് വൈജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ താൻ തന്റെ അമ്മയെ നോക്കാനായിട്ട് പോകുക എന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, അതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി? എനിക്ക് തോന്നില്ല അവിടെ ചെന്നിട്ടുണ്ട് ചേച്ചിനെ അവർ നിർത്തുമെന്ന്. ചേച്ചി അവർക്ക് കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ. ചേച്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവരവിടുന്ന് വീട് വിട്ടിറങ്ങി പോയത്. ആ സമയത്ത് ആക്സിഡന്റ് ഉണ്ടായതല്ലേ. ഇനിയിപ്പോ ചേച്ചി എന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ലെന്നേ. എന്റെ അമ്മയല്ലേ, ചിലപ്പോ ചീത്ത പറയായിരിക്കും, ഇറങ്ങിപ്പോടിയെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. വയ്യാതെ കിടക്കുന്ന ആളെ നോക്കട്ടെ, നമ്മുടെ കടമയല്ലേ. പോരാത്തന്നെ എന്റെ അമ്മയല്ലേ. അപ്പൊ അമ്മയെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എന്റെ അമ്മയോടൊന്ന് അടുത്തിടപഴകാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നേ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചിയുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക. പിന്നെ അറിയാലോ അവരുടെ സ്വഭാവം. അവർക്ക് നാക്ക് പൊങ്ങിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചേച്ചിനെ ചീത്ത വിളിക്കും. ഇപ്പൊ പിന്നെ മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം ചേച്ചി നോക്കിയാലോ ഒന്നും മിണ്ടാതെ അനുസരിച്ച് അവിടെ കിടക്കത്തുള്ളൂ. പക്ഷേങ്കില് കൈയും കാലും ഒക്കെ അനങ്ങി കഴിയുമ്പോൾ കണ്ടോ അവരുടെ തനി നിറം പുറത്തു വരുമെന്ന് പറയാം. അലീന പറഞ്ഞു, എന്നാലും സാരമില്ല, ആ സമയത്ത് എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. എഴുന്നേറ്റ് നടന്ന് ചീത്ത പറയുന്ന പോലെ അല്ലല്ലോ അവര് വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു. പിന്നെ രേവതിക്കുട്ടി കൂടുതലൊന്നും പറയാനും പോയില്ല. പിന്നീട് ബാലേന്ദ്രനും അലീനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു രാജീവനും ശിവശങ്കരനും കൂടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ ശിവശങ്കരനോട് ചോദിച്ചു, ഇവളെ പൊക്കി പിടിച്ചോണ്ട് എന്തിനാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുക. അറിയത്തില്ല, ആര് കണ്ടു, ഇനിയിപ്പം ബാക്കി ജീവനും കൂടെ വൈജയുടെ എടുക്കാനായിരിക്കും എന്നൊക്കെ പറയണ. അങ്ങനെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ ചെന്നിട്ട് ബാലേന്ദ്രനോട് ചോദിച്ചു, എന്താ ബാലേന്ദ്ര ഇവളെ കൊണ്ട് എന്തിനാ വന്നേന്ന് ചോദിക്കുക. എന്തിനാ വന്നേന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പം വൈജയനെ നോക്കാനായിട്ട് ബൈസ്റ്റാൻഡർ വേണം. അതിന് വേണ്ടിയിട്ട് അലീനയെ നിർത്തുന്നതെന്ന് പറയാണ്. ഇവളെ നിർത്താനായിട്ടാ? നിനക്കെന്താ ബാലേന്ദ്രൻ തലയ്ക്ക് ഓളമുണ്ടോ? അതിന് വൈജ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, മിണ്ടാൻ വയ്യാതെ കിടക്കുന്ന അവളിനിയിപ്പോ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും അവൾക്കൊരാളുടെ സഹായം കൂടിയേ മതിയാവുള്ളൂ. സ്ത്രീകൾ ആരെങ്കിലും നോക്കാൻ വേണം. ഇത് കേട്ടതും രാജീവൻ പറഞ്ഞു,
അതിനിപ്പോ അലീന തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. ശിവശങ്കർ പറഞ്ഞു, അതെ, സ്ത്രീകൾ ആരെങ്കിലും പോരെ. സുനന്ദ വരുന്നുണ്ടല്ലോ എന്ന് പറയണ. അതെ, സുനന്ദയ്ക്ക് ഇവിടെ ഒന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സുനന്ദ എന്റെ പെങ്ങളാ, പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല സുനന്ദയ്ക്ക് വന്ന് നോക്കണമെന്ന്. ഈ പറയുന്നേ ശിവേന്റെ ഭാര്യ കമലയെടുത്തി ഉണ്ടല്ലോ, എന്നൊരു കാര്യം ചെയ്യ, അലീനയെ ഞാൻ ഇവിടെ നിർത്തുന്നില്ല, കമലയെടുത്തോട് വന്ന് നോക്കാൻ പറ. ഇത് കേട്ടപ്പോ ശിവശങ്കരനൊന്ന് പതുങ്ങി. കാരണം കമലയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അവള് വന്ന് നോക്കാൻ പോവാ വൈജയനെ, അത് ഹോസ്പിറ്റലിൽ വന്നിട്ട്. അവിടെ കിടക്കുന്ന അമ്മയെ പോലും നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാ. വീട്ടിലെ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് നോക്കാനായിട്ട് പോകുന്നത്. അത് കേട്ടപ്പോ ശിവശങ്കരൻ ഒന്നും മിണ്ടിയില്ല. എന്താ ശിവേട്ടാ, ശിവേണ്ട നാവ് ഇറങ്ങിപ്പോയോ? നാവും കൊണ്ട് പറയാനായിട്ട് എല്ലാവർക്കും പറ്റും, പക്ഷേ പ്രവർത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ശിവേടൻ തന്നെ ഹോം നേഴ്സിനെ നിർത്ത്. ഇവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലും എല്ലാം അടച്ച് ഞാനല്ലേ കാര്യങ്ങൾ ചെയ്യുന്നേ. അപ്പൊ എനിക്കറിയാം എന്തു വേണോന്ന്. നിങ്ങളിവിടെ കാഴ്ചക്കാരെ പോലെ വന്ന് നിൽക്കുന്നല്ലേ ഉള്ളൂ. ബാലേന്ദ്രന്റെ ഭാര്യയാണ് വൈജ. നിങ്ങളല്ലേ പറഞ്ഞേ ബാലേന്ദ്രന്റെ ഭാര്യ, ബാലേന്ദ്രൻ ബില്ലടയ്ക്കട്ടെ എന്ന്. അപ്പൊ ബാക്കി കാര്യങ്ങളും കൂടെ ബാലേന്ദ്രന് നോക്കാൻ അറിയാം. പറഞ്ഞു കേട്ടല്ലോ. ഇതിന് കൂടുതൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ ഭാര്യ ആര് നോക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ കൊല്ലപ്പള്ളി വീട്ടിലെ രാജീവന് ശിവശങ്കരനും അല്ലാന്ന് പറയണം. കാരണം തടി ഏറ്റവലിയായിപ്പോയി. വടി കൂടെ തടി മേടിച്ച മട്ടില്ല. ഗോവർദ്ധനോട് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചടിയായിട്ട് കിട്ടുവാണ് അവർക്ക്. എന്തേലും പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്നറിയാം. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീനയെ അകത്തേക്ക് വിളിപ്പിക്കണം. അപ്പൊ അലീനയാണ് ബൈസ്റ്റാൻഡറായിട്ട് വന്നിരിക്കുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു. അലീന അങ്ങോട്ട് കയറി ചെന്നു. വൈജയനെ ആക്സിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് കാണുവാണ്. അങ്ങനെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന കുറച്ച് സമയം ഇങ്ങനെ നോക്കുവാണ്, മുഖത്തേക്ക് തന്നെ നോക്കുവാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് വൈജ പതുക്കെ ഇങ്ങനെ തലതിരിച്ചിങ്ങനെ നോക്കണം. അപ്പൊ വൈജയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാലേന്ദ്രന്റെ മുമ്പൊക്കെ കയറി കാണാൻ തലേദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം വൈജയ്ക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. സെഡേഷനിലായിരുന്നു കിടന്നിരുന്നേ. ഈ സമയത്ത് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും 2 നേഴ്സുമാരോടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചു, അല്ല ബൈസ്റ്റാൻഡറായിട്ട് വന്നതല്ലേ? അതേന്ന് പറയണം. ആരാ ഇവരുടെ ആരാന്ന് ചോദിക്കുകയാണ്. പേഷ്യന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഞാൻ മൂത്ത മോളാന്ന് പറയണ. ഓ, മൂത്ത മോളാ അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഒരു നിമിഷം ഇങ്ങനെ പതുക്കെ തലചരിച്ച് അലീനയൊന്ന് നോക്കുവാണ്. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇവള് തന്റെ മൂത്ത മോളോ, ബാലേന്ദ്രന്റെ മോളോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു വൈജയുടെ മനസ്സിൽ. വൈജയ്ക്ക് പലതും വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ പറയാനായിട്ടാ? പറയാൻ പറ്റുമോ? നാവ് പോലും അനക്കാൻ പറ്റില്ല. 3-4 പല്ലിളകിയിരിക്കുക. പോരാത്തേന് താടയിലിന് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ പൊളിക്കാൻ പോലും പറ്റില്ല. ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കൂട്ടിക്കെട്ടി ബാൻഡേജ് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. പലതും വിളിച്ചു പറയണമെന്നുണ്ടെന്ന് വൈജയുടെ മുഖം കണ്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി. അലീനയ്ക്കറിയാം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തോണ്ടാ പറയാത്തേന്ന്. പിന്നീട് നേഴ്സുമാരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അലീന അവിടെ ഇരുന്നു. അലീന ഇരുന്ന് വൈജയന്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കണം. വൈജയന്തി രൂക്ഷമായിട്ട് ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. ആ മുഖത്ത് ആ വെറുപ്പും ദേഷ്യവും ഒക്കെ അപ്പൊ കാണുന്നുണ്ടായിരുന്നു. അലീനയ്ക്കറിയാം ഇപ്പൊ പറ്റുന്ന സമയമാണെങ്കിൽ മിക്കവാറും തന്റെ കർണത്തടി വീണേനം, അല്ലെങ്കിൽ തന്നെ 10 ചീത്ത പറഞ്ഞേനം. ഇപ്പൊ അതൊന്നും വയ്യാത്തോണ്ട് മാത്രം ഇങ്ങനെ കിടക്കുന്ന അലീന പിന്നീട് പതുക്കെ അവിടെയുള്ള ആ സ്റ്റൂളയിൽ ഇരുന്നിട്ട് വൈജയന്തിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. വൈജയന്തി ഇങ്ങനെ പതുക്കെ നോക്കി കഴിയുമ്പോൾ അലീന പറഞ്ഞ്, പേടിക്കൊന്നും വേണ്ട, ഞാൻ അടുത്തുണ്ട്, ഞാൻ കൂടെയുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നോടം വരെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. ഇത് കേട്ടതും വൈജയുടെ കണ്ണൊക്കെ പതുക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അലീനയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് സങ്കടം കൊണ്ടാണോ അതോ ഇനിയിപ്പം സന്തോഷം കൊണ്ടാണോ തന്നെ നോക്കാൻ ഇവള് വന്നല്ലോ, താൻ ഇവളോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് ഇവള് വന്നല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണോ, അതോ ഇവളുടെ കാരുണ്യം തനിക്ക് അല്ലെങ്കിൽ ദയം കാരണം ഇവള് തന്നെ നോക്കാനായിട്ട് വേണ്ടി വന്നല്ലോ അതൊക്കെ ഓർത്തിട്ടാണോന്നും അറിയത്തില്ല. ഇവളുടെ കാലിൽ തന്നെ താൻ വേണ്ടി വന്നല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണോന്ന് അറിയത്തില്ല. എന്താണെങ്കിലും വൈജയന്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് അലീനയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അതേസമയം കട്ടക്കളിപ്പിലാണ് രാജീവിന് ശിവശങ്കരനൊക്കെ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനുവിനെ വിളിക്കുകയാണ് ശിവശങ്കരൻ. എന്നിട്ട് പറഞ്ഞു, അവളെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ അലീനെന്ന് പറയുന്നവളെ. നീ ഒരു കാര്യം ചെയ്യ, ബാലേന്ദ്രനോട് പറ, വേറെ ഏതെങ്കിലും ഹോം നേഴ്സിനെ നിർത്താനായിട്ട് പറ, അലീനെ ഇവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ മനുശങ്കറിന് നല്ല ദേഷ്യം വന്നു. മനുശങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ വിളിച്ചിട്ട് പറ, അമ്മയെ കൊണ്ട് നിർത്ത്, അമ്മ ഒന്ന് നോക്കട്ടെ എന്ന് പറയണം. അച്ഛന്റെ പെങ്ങളല്ലേ, അപ്പൊ ഇവനെ അച്ഛനും കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പം ശിവശങ്കരനെ നാവടഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ ശിവശങ്കരന്? ശിവശങ്കരൻ പറഞ്ഞു, അല്ലേലും എനിക്കറിയാടാ, നീയും ആ ബാലേന്ദ്രന്റെ പക്ഷത്താണ്. ദേ അച്ഛാ, ആന്റിക്ക് അവിടെ വയ്യാതെ കിടക്കുക, ആ സമയത്തല്ല വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കണ്ടേ, അലീനെ നല്ല ഭംഗിയാക്കിയിട്ട് നോക്കിക്കോളും, അവൾക്കറിയാൻ നോക്കാനായിട്ട്. ഇനി അതിനകത്ത് ഇടങ്കോലിട്ട് പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ അങ്ങിട്ടിട്ട് പോയിട്ടുണ്ട്, ഈ പറയുന്നേ അച്ഛനൊക്കെ അവരെ നോക്കുവോ?
നോക്കുന്ന അച്ഛന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അലീനോട് പോയിക്കൊള്ളാൻ പറയാം. പിന്നെ ബാക്കി ഉത്തരവാദിത്തം മൊത്തം അച്ഛനെ ഏറ്റെടുക്കണമെന്ന് പറയണം. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പം ശിവശങ്കരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കോള് കട്ട് ചെയ്യണം. അതിനുശേഷം ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. 2-3 ദിവസം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഗംഗാധരന് വരാനായിട്ട് പറ്റാത്തത്. 2-3 ദിവസമല്ല, കുറച്ച് നാളായിട്ട് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഗംഗാധരന് വരാൻ പറ്റാതിരുന്നത്. അറിഞ്ഞു കഴിഞ്ഞ ഉടനെ ഗംഗാധരൻ പോരുക ചെയ്തേ. അങ്ങനെ ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേനും ബാലേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഗംഗാധരൻ വൈജയെ കാണാനായിട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് അലീന ഉണ്ടായിരുന്നു മുറിയിൽ. അങ്ങനെ വൈജയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ സഹിച്ചില്ല. നല്ല സങ്കടമായി. ഇത്രയ്ക്ക് സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരന് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ എന്തായാലും അലീനെ നോക്കാനുണ്ടല്ലോ. ഈ സമയത്ത് അവളുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണെന്ന് ഗംഗാധരന് തോന്നുന്നത്. അല്ലെങ്കിലും ഗംഗാധരൻ ഈ പറയുന്ന അലീനയോട് ദേഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വൈജയുടെ മോളാണ് അലീന എന്നുള്ള സത്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇനിയിപ്പം അലീനയാണ് ശുശ്രൂഷിക്കാൻ പോകുന്ന വൈജയന്തിയെ. വൈജയന്തിക്ക് ഒടുവിൽ അലീനയുടെ കാരുണ്യം വേണ്ടി വന്നു, അലീനയുടെ ദയ വേണ്ടി വന്നു. കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈജയന്തിക്ക് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. താനെ എന്തൊക്കെ ചീത്തയൊക്കെ പറഞ്ഞാലും തന്നെ നോക്കാനായിട്ട് ഇവള് മാത്രമുള്ളെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.